മോഹൻലാലിനെതിരായ അധിക്ഷേപ വീഡിയോയുടെ പേരിൽ യൂട്യൂബർ ചെകുത്താൻ അറസ്റ്റിൽ. തിരുവല്ലയിലെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത ചെകുത്താൻ എന്ന അജു അലക്സിനെ പോലീസ് ഇടപ്പള്ളിയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അപ്പോൾ നമ്മുടെ ചെകുത്താൻ അവസാനം പെട്ടു. മിക്ക ആളുകൾക്കും ചിലപ്പോൾ ഇവനെ മനസ്സിലായി കാണും. നമ്മുടെ ലാലേട്ടൻ എന്ത് ചെയ്താലും കുറ്റം പറയുന്ന ഒരുത്തനാണ്. കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വയനാട് യൂണിഫോം ഇട്ട് പോയപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ചെയ്യുന്നതൊക്കെ അവൻ്റെ ഇഷ്ടമാണ്. പക്ഷേ അതിൽ പറയുന്നത് നാണം കെട്ട ഉളുപ്പില്ലാത്ത മനുഷ്യനാണ് ലാലേട്ടൻ എന്നൊക്കെയാണ്. ശരിക്കും ലാലേട്ടൻ എന്ത് ചെയ്താലും കുറ്റമാണ് ഇവൻ പറയുന്നത്. എന്തായാലും ഇന്നതൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ പോയേക്കാം. ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് ഈഗോ തോന്നും. മനുഷ്യനാണ്, തോന്നിയില്ലേ അത്ഭുതമുള്ളൂ. പക്ഷേ ലാലേട്ടനോട് ഇത്രയും ഒരു ഈഗോ തോന്നുന്ന അല്ലെങ്കിൽ വെറുപ്പ് തോന്നുന്ന ഒരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പുള്ളി എന്ത് ചെയ്താലും കുറ്റമാണ്. പിന്നെ പുള്ളിയുടെ പടം കാണത്തില്ല, പക്ഷേ അഭിപ്രായം കേട്ട് റിവ്യൂ ചെയ്യും. ഇതൊക്കെയാണ് ഇവനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ചെകുത്താനെ പോലീസ് പിടിച്ചതിൽ എതിർപ്പുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ഇവിടെ നിന്നൊരു മൊണ്ണ പോയേക്കുക കാണാൻ ദുരന്തബാധിത പ്രദേശം ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ സന്ദർശിച്ചെന്ന്. എന്തിന് സന്ദർശിച്ചു? നാണം ഉളുപ്പും ഇല്ലാത്തവനൊക്കെ ഇറങ്ങിയേക്കോ തുണി ഓരോ വേഷം ചുറ്റിക്കൊണ്ട്. നാണമുണ്ടോ ഇയാൾക്ക്? എന്തോ കാണാൻ വന്നതാ. ഇനി കാശ് കൊടുക്കാനാണ് ഇഷ്ടംപോലെ സിനിമാന്മാർ കൊടുത്തിട്ടുണ്ട്. ഈ ഇങ്ങനെയുള്ളവന്റെ ഒന്നും കാശ് മേടി. നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ല കണ്ടിട്ട്. ഇയാൾക്ക് മനസ്സിലാകത്തില്ല എന്താണല്ലോ. ഇത് ഉളുപ്പില്ലാത്ത ഒരു മനുഷ്യൻ ഇങ്ങനത്തെ നാണം കെട്ട് എവിടെയും ചെന്ന് ഒരു നാണം ഉളുപ്പും ഇല്ലാതെ ഇറങ്ങി നിൽക്കാൻ മടിയില്ലാത്ത തലച്ചോറിനകത്ത് തീട്ട വേണ്ടുള്ള ഈ കഴിഞ്ഞ 3 ദിവസം പോകാറുന്നത് ഇയാളുടെ തയ്പ്പിച്ച് കിട്ടിയില്ല കേട്ടോ തുണി. അതുകൊണ്ടാ ആ പട്ടാള വേഷം ഇയാളുടെ സൈസിനൊത്തില്ല. എനിക്കറിയാൻ വേണ്ടി ചോദിക്കും, ഇവൻ എന്ത് ക്വാളിഫിക്കേഷൻ ഈ പറയാ അവിടെ പോകാൻ എന്ത് യോഗ്യതയുള്ളവനാണ് ഇവൻ? തെണ്ടിത്തരല്ലേ കാണിച്ചത്? അതിനുള്ള ബുദ്ധി അയാൾക്കില്ല. ആ മനുഷ്യന് അതിനുള്ള ബുദ്ധിയും ബോധവും വെളിവും ഇല്ലാത്തൊരു മഹാമണ്ടൻ. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് വരുമായിരിക്കും, അങ്ങനെ ആണെങ്കിൽ അശ്വിൻ ഗോകും പറയുന്നില്ലേ എന്ന്. അശ്വിൻ ഗോകും നല്ല രീതിയിൽ കളിയാക്കുന്നുണ്ട്. പക്ഷെ അത് സിനിമയാണ്, പുള്ളി ചെയ്ത ക്യാരക്ടേഴ്സിനെയാണ്. അല്ലാതെ പേഴ്സണലി ഒന്നും പുള്ളി ഇതുവരെ കളിയാക്കിയിട്ടില്ല. പേഴ്സണലി പുള്ളി ഇത്രയും ഒരു അറ്റാക്കിംഗ് ഒന്നും കോക്ക് ചെയ്തിട്ടില്ല. ചെയ്തു കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് നല്ല ബോധം കോക്കിനുണ്ട്. പക്ഷേ നമ്മുടെ ചെകുത്താന് ഇത് ഇല്ലാതെ പോയി. എന്ത് ചെയ്താലും പറഞ്ഞാലും പ്രശ്നമില്ല എന്ന് ഓർത്ത് ഇരുന്ന് കാണും. പക്ഷേ പണി നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും ഇവൻ നന്നാകും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കുറച്ച് നാളത്തേക്ക് എങ്കിലും കുറച്ച് ഒതുങ്ങും. ഈ ഒരു സമയത്തൊക്കെ ഇതേപോലെ ചിറ്റവർത്താനം പറയാൻ നല്ല രീതിയിൽ തൊലിക്കെട്ടി വേണം. ഇവനതുണ്ട്. ലാലേട്ടൻ എന്തിനാണ് അവിടെ പോയത്? ചുമ്മാ ഫാൻസി ഡ്രസ്സ് കളിക്കാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെയൊക്കെയാണ് ഇവൻ പറഞ്ഞു വരുത്തുന്നത്. ശരിക്കും 3 കോടി പുള്ളി ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും നല്ല കാര്യമായിട്ട് അവൻ പറയത്തില്ല. അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ എന്തും വിളിച്ചു പറയാം എന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ കേരളം. പക്ഷേ അതിൻ്റെ പേരിൽ വേറൊരാളെ വലിച്ചു കീറാം, എന്തും പറയാം എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് ഇതൊരു താക്കീത് പോലെയാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളെയാണ് ഈ രീതിയിൽ ചെകുത്താൻ വീഡിയോ ഇട്ട് ഇങ്ങനെ ഒക്കെ പറഞ്ഞിരുന്നേൽ നിങ്ങളിപ്പോൾ എന്ത് പറഞ്ഞേനെ? ഏതേലും ഒരുക്കെ തെറി വിളിച്ച് പറഞ്ഞിട്ട് ഇവൻ എന്തിൻ്റെ സൂക്കേടാ എന്ന് ചോദിച്ചേനെ. നമ്മളും അതേ ചോദിക്കുന്നുള്ളൂ. മോഹൻലാലിനെ അറിയാവുന്നതുകൊണ്ട് സിദ്ദിഖ് പരാതി കൊടുത്തു. ഇവൻ്റെ മൊത്തം വീഡിയോ കണ്ടവർക്ക് അറിയാം മോഹൻലാൽ എന്ന വ്യക്തിയോട് അവനുള്ള വെറുപ്പ്. കുറേ വർഷങ്ങളായിട്ട് ഉണ്ട്. ഇപ്പോഴാണ് പെട്ടതൊന്ന്. ഇപ്പോൾ നല്ലൊരു സിനിമ കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എതിർപ്പ് വരില്ല. കാരണം അവനത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് വേണേൽ പറയാം, എങ്ങനെ നമുക്ക് വിചാരിക്കാം. പക്ഷേ ഇതൊരു വ്യക്തിഹത്യയാണ്. അത് ചെയ്യാൻ ആർക്കും അധികാരമില്ല. വീണ്ടും ഞാൻ പറയുന്നു, മോഹൻലാലിനെ ഇത്രയും വെറുത്ത മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.